മുസൽമാന്റെ മുഹറം ആചരിക്കുന്ന ഒരു കൂട്ടം ബ്രാഹ്മണരുണ്ട്. അത് പ്രധാനമായും ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒന്നല്ല. അത് അവരുടെ വിശ്വാസവും സംസ്കാരവുമാണ്. പാതി ഹിന്ദുവും പാതി മുസൽമാനുമായ ഒരു കൂട്ടം ബ്രാഹ്മണരാണിവർ. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇവർ ഉള്ളത് ഇന്ത്യയിലാണ്. ഇരു മത ആചാരങ്ങളെയും ഒരുപോലെ പാലിക്കുന്ന, ഇരു മതങ്ങളെയും ഒത്തുചേർന്ന പ്രത്യേക ഇന്ത്യൻ ജനതയാണിവർ. കാലങ്ങൾ കഴിയുന്തോറും വർഗീയത പറഞ്ഞു പരത്തിയാലും അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ആ വിശ്വാസത്തെ, സംസ്കാരത്തെ ബഹുമാനിക്കുകയും ആ വിശ്വാസം പാലിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ പ്രധാനമായും. ഇവരാണ് ഹുസൈനി ബ്രാഹ്മണർ. വളരെ വിചിത്രവും എന്നാൽ അത്ഭുതം തോന്നിപ്പിക്കുന്നതുമായ ഒരു ചരിത്രം കൂടി ഇവർക്കുണ്ട്. ഇവരുടെ സമൂഹം അധികം ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ജനസമൂഹമല്ല. എന്നാൽ ഇവരുടെ സംസ്കാരവും വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവർ പ്രധാനമായും ഹിന്ദുക്കളാണ്. എന്നാൽ മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഇമാം ഹുസൈനിലും ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇവർ ഹിന്ദു വിഗ്രഹങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നു. കൂടാതെ ഇമാം ഹുസൈന് ചിഹ്നമുള്ള പതാകയായ ആലം അവരുടെ വീടിന്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നുമുണ്ട്. ഹുസൈനി ബ്രാഹ്മണർ എന്നത് പഞ്ചാബ് മേഖലയിൽ ഒരു മുഹിയൽ ബ്രാഹ്മണ സമൂഹമാണ് പ്രധാനമായും. ബാലി, ബിംവാൻ, ചിമ്പൻ ദത്ത്, ലവ്മോഹൻ, വൈദ് എന്നിങ്ങനെ 7ഓളം ഉപവംശങ്ങൾ ഉൾപ്പെടുന്നതാണ് മോഹിൽ സമൂഹം എന്നത്. ദത്തവംശത്തിലെ മോഹിൽ ബ്രാഹ്മണർ ഇമാം ഹുസൈനു വേണ്ടി കർബല യുദ്ധത്തിൽ, അതായത് ക്രിസ്തുവർഷം 680 പോരാടുകയുണ്ടായി. ഐതിഹ്യപ്രകാരം കർബല യുദ്ധ സമയത്ത് ബാഗ്ദാദിന് സമീപം താമസിച്ചിരുന്ന കരിയർ ഒരു ചെറിയ ബാൻഡിന്റെ നേതാവായിരുന്നു റിഹാബ് സിദ്ദാദ് എന്ന വ്യക്തി. ഇതിഹാസങ്ങൾ അദ്ദേഹത്തെ ദൈറാൽ ഹിന്ദി എന്നാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ക്വാർട്ടർ ആണ്. ഇത് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥലമായ അൽ ഹിന്ദുമായി യോജിക്കുന്ന ഒന്നാണ്. ഹിന്ദു പാരമ്പര്യത്തിനനുസരിച്ച് മുഹിയൽ സമുദായം ഇന്ത്യൻ ജനതാ പാരമ്പര്യം സ്വീകരിക്കുകയുണ്ടായി. ഇത് പ്രധാനമായും ഇസ്ലാമിനെ ബഹുമാനിക്കുന്ന ഹുസൈനി ബ്രാഹ്മണിന്റെ ഒരു ചെറിയ ഉപവിഭാഗത്തിന്റെ ഉദയത്തിലേക്കാണ് നയിച്ചത്. മാത്രമല്ല അവയിൽ പ്രധാനം മൂന്നാമത്തെ ഇമാം ഹുസൈനാണ്. ഇതിനെ തുടർന്ന് നിരവധി ഹുസൈനി ബ്രാഹ്മണർ ഈ തീയതി വരെ എല്ലാ വർഷവും മുഹറം ആചരിക്കുന്നുണ്ട്. അവരുടെ പൂർവികർ എഴുതിയ ഇമാം ഹുസൈന്റെ ചരിത്രങ്ങൾ ഉൾപ്പെടുന്ന കവിതാ ഗ്രന്ഥങ്ങൾ ഇവർ വളരെ പവിത്രമായിട്ടാണ് ഇപ്പോഴും സൂക്ഷിക്കുന്നതും അവ കാണുന്നതും. മുഹറം മാസത്തിൽ ഇത് പാരായണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മടങ്ങിയെത്തി അന്നു മുതൽ തന്നെ തന്റെ പരമ്പരയിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും ഇമാൻ ഹുസൈന്റെ പേരിൽ ഓരോ ചടങ്ങുകളും മറ്റും ഇവർ നടത്തുന്നുമുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഓരോരുത്തരുടെയും കഴുത്തിൽ ഒരു മുറിവുണ്ടാകും. ഇമാം ഹുസൈനു വേണ്ടി ശിരസ് ചെയ്യപ്പെട്ടവരുടെ പിന്മുറക്കാരാണ് തങ്ങളെന്നറിയാൻ വേണ്ടിയാണ് ഇവർ പ്രധാനമായും ഇത് ചെയ്യുന്നത്. ഇതുകൂടാതെ ജനിച്ച കുട്ടിയുടെ തല മുണ്ടനം നടത്തുന്നതും ഇമാം ഹുസൈന്റെ പേരിലാണ്. ഇവരുടെ ചരിത്രം ഏറെ ശ്രദ്ധേയമാണ്. മക്കളുടെ കുടുംബ പേരുകൾ പ്രവാചക പൗത്രനായ ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം വരിച്ച കർബല യുദ്ധത്തിലേക്ക് നീളുന്നുവെന്നാണ് ഇവർ വിലയിരുത്തുന്നത്. ഇവർ അവകാശപ്പെടുന്ന അവരുടെ ചരിത്രവും ഇതാണ്. ഇബ്നു സിയാദിന്റെ സൈന്യം ഹുസൈനിയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ പുത്രൻ അലി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സമുദ്രഗുപ്ത രാജാവിന് കത്തെഴുതിയ കഥയാണ് ബ്രാഹ്മണരുടെ ചരിത്രത്തിന്റെ പ്രധാന ഉറവിടം എന്നത്. കർബല സംഭവത്തിനു ശേഷം നൂറ്റാണ്ടുകളായി ഇന്നും ഹുസൈനി ബ്രാഹ്മണർ ഈ സൗഹാർദ്ദ നിമിഷങ്ങൾ സ്നേഹപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാന സസാനി രാജാവായിരുന്ന എസ്തകർത്ത മൂന്നാമന്റെ മകളായ ഷെഹർബാനുവിനെ ഹുസൈൻ വിവാഹം കഴിക്കുകയുണ്ടായി. മറ്റൊരു മകളായ ബഹർബാനുവിനെ ഇന്ത്യയിൽ ഒരു നാട്ടുരാജാവായിരുന്ന ചന്ദ്രഗുപ്തനാണ് വിവാഹം കഴിച്ചിരുന്നത്. ഈ വൈവാഹിക ബന്ധമായിരുന്നു അലീഫ് ഹുസൈന് കത്തെഴുതാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. അദ്ദേഹത്തിന്റെ മകൻ സമുദ്രഗുപ്തന്റെ കാലത്തായിരുന്നു കർബല സംഭവം ഉണ്ടായതെന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. ഖിലാഫത്തിന്റെ പേർഷ്യൻ വിജയം സവിസ്തരണം വിശദീകരിക്കുന്ന ഇമാം തൊബരി, ഇബൻ അബ്ദുർ റഹീബിന്റെ പോലുള്ള സസാനി രാജവംശം തുടങ്ങിയവയുമായി ബന്ധം പരാമർശിക്കുന്നില്ല എന്നതേറെ ശ്രദ്ധേയമാണ്. ഇമാം യൂസഫിന്റെ കിതാബുൽ ഖരാർജിലും ഇറാഖ് ഇറാൻ പ്രദേശങ്ങളുടെ കഥകൾ ധാരാളം ഉൾപ്പെടുത്തിയ ഫിർദൌസിയുടെ ഷഹാനോമയിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവുമില്ല. പക്ഷേ ഇതിന്റെ കിരാതവാഴ്ച അവസാനിപ്പിക്കാനായി സഹായം തേടുന്നിടത്താണ് എന്തായാലും ഈ കത്തുകളുടെ എല്ലാം ലക്ഷ്യം. ഇവ സ്വീകരിച്ചുകൊണ്ട് ലാഹോറിൽ വേരുകളുള്ള റഹീബ് സിംഗ് ദത്ത എന്ന മുഹിൽ സമുദായ അംഗം തന്റെ 7 മക്കളെയും കൂട്ടി ഇറാനിലേക്ക് പോവുകയാണ്. ഇതിനെതിരെ ഇമാം ഹുസൈൻ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തിന്റെ 7 മക്കളെയും വധിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ഇവർ പാരമ്പര്യമായി വിശ്വസിക്കുന്നത്. മാത്രമല്ല പ്രവാചക കുടുംബത്തിലെ ആരോ അവരെ ഹുസൈനി ബ്രാഹ്മണർ എന്ന് വിളിച്ച് ആ നാമധേയത്തിലാണ് പിന്നീട് അവർ അറിയപ്പെട്ടതുമെന്നുമാണ് ഇവരുടെ ചരിത്രം. മാത്രമല്ല ഇമാമിന്റെ സഹോദരി സൈനബാണ് ഇപ്രകാരം വിളിച്ചതെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ഇമാം ഹുസൈന്റെ തല കൊയ്ത് ഇബ്നു സിയാദ് യസീദിന്റെ രാജധാനിയിലേക്ക് തിരിച്ചപ്പോൾ റിഹാബത്ത് അവരെ പിന്തുടർന്ന് പിടിച്ച് ആ ശിരസ് തിരിച്ചെടുക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തെ സൈന്യം വളയുകയും ചെയ്തു.
എന്നാൽ അപ്പോൾ തന്നെ മൂത്ത പുത്രന്റെ തല കൊയ്ത് ഇതാണ് ഹുസൈന്റെ ശിരസെന്ന് പറഞ്ഞ് സൈന്യത്തിന് കൊടുത്തുവെന്നും പറയപ്പെടുന്നു. എന്നാൽ അവർ അത് സമ്മതിച്ചില്ല. പിന്നീട് അവർക്ക് വേണ്ടി രണ്ടാമത്തെ പുത്രന്റെ തല കൊയ്തു കൊടുത്തുവെന്നും അതും അവർ ഹുസൈനാണെന്ന് അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് തന്റെ 7 മക്കളെയും വധിച്ചുകൊണ്ട് റിഹാബ്ദത്ത് ഇമാം ഹുസൈൻ മാനം കാക്കാൻ ശ്രമിച്ചുവെന്നാണ് ചരിത്രം. പക്ഷെ ഈ കഥ അവർ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. കൂടാതെ ഇന്ത്യയിലേക്ക് മടങ്ങിയ റഹീത്തിന്റെ പക്കൽ ഇമാം ഹുസൈന്റെ ഒരു മുടിക്കഷ്ണം ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഇത് കാശ്മീരിലെ ഹസ്രത് ബാലിൽ സൂക്ഷിക്കുന്നുമുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഭഗവത്ഗീതയിൽ ഇമാം ഹുസൈന്റെ തിരോധാനത്തെക്കുറിച്ച് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പ്രധാനമായും വിശ്വസിക്കുന്നുണ്ട്. ഇവർ ഇമാം ഹുസൈനു വേണ്ടി പൂർവികരുടെ ജീവത്യാഗത്തിൽ അഭിമാനം കൊള്ളുകയും മുഹറം 10 അതിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും തുടർച്ചയായി ചെയ്തു വരുന്നു. പക്ഷേ ഇസ്ലാമിക ചരിത്രകാരന്മാർ ഈ വാദങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയോ അംഗീകരിക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. പ്രധാനമായും ഷിയാക്കളിൽ ചിലർ ഇത് അംഗീകരിക്കുകയും തങ്ങളുടെ മുഹറം ചടങ്ങുകൾ ഇവരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. മറ്റു ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം, കർബല യുദ്ധകാലത്ത് സിന്ധിൽ നിന്നുള്ള വസ്ത്രവ്യാപാരികൾ പലരും അക്കാലത്ത് ഇറാഖിൽ ഉണ്ടായിരുന്നുവെന്നാണ്. കൂടുതലും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിൽ നന്മയോട് ചേരാൻ വേണ്ടി പോരാട്ട വീര്യമുള്ള പഞ്ചാബി തയ്യാറായി എന്നതിൽ സംശയിക്കാൻ ഒന്നുമില്ല എന്ന പക്ഷമാണ് അവർ ഉയർത്തുന്നത്. ചരിത്ര രേഖകളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ 680 കർബല യുദ്ധം നടക്കുമ്പോൾ 1400 ബ്രാഹ്മണർ ഇറാഖിലെ ബാഗ്ദാദിൽ താമസിക്കുകയുണ്ടായെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇറാഖിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും കുറച്ചു കുടുംബങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. മാത്രമല്ല ഈ കൂട്ടർ ലാഹോറിൽ വ്യാപിച്ചു കിടന്നിരുന്നു. പിന്നീട് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറുകയും ചെയ്തു. തുടർന്ന് വിവിധ പ്രദേശങ്ങളിൽ താമസമാക്കി. ഇന്ത്യയുടെ പലയിടത്തായി അവർ താമസിക്കുന്നുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രധാനമായും ഉള്ളത് ഇന്ത്യയിലെ പൂനെ, ഡൽഹി, ചണ്ഡീഗഡ്, അമൃത്സർ, ജമ്മു എന്നിവിടങ്ങളിലാണ്. പാകിസ്ഥാനിൽ പ്രധാനമായുള്ളത് സിന്ധു, ലാഹോർ, ദക്ഷിണ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്നിവിടങ്ങളിലാണ്. മറ്റൊരു പ്രത്യേകത എന്നത് ഇവരിൽ പലതും പാതി ഹിന്ദുക്കളും പാതി മുസ്ലിങ്ങളുമാണ്. ഹിന്ദുമതത്തിന്റെ മുസ്ലിം മതത്തിന്റെയും സമ്മിശ്രമാണ് ഇവരുടെ മിക്കവരുടെയും ജീവിതം എന്നത്. അജ്മീറിൽ ഇന്നും ഹുസൈനി ബ്രാഹ്മണർ എന്ന് സ്വയം വിളിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ നിലനിൽക്കുന്നുണ്ട്. ഹുസൈനി ബ്രാഹ്മണർ എന്നത് യാഥാസ്ഥിതിക ഹിന്ദുക്കളോ യാഥാസ്ഥിതിക മുസ്ലിങ്ങളോ അല്ല. അവർ പ്രധാനമായും ഉള്ളത് യാഥാസ്ഥിതിക വൈദിക ഇസ്ലാമിക പാരമ്പര്യങ്ങളുടെ സമ്മിശ്രമായ ഒരു മിശ്രണമാണ്. അത്തരത്തിലൊരു വിശ്വാസമാണ് അവർ പരിശീലിക്കുന്നതും തുടർച്ചയായി നടത്തുന്നതും. മാത്രമല്ല പ്രസിദ്ധ സിനിമാ നടനും രാഷ്ട്രീയ നേതാവുമായ സുനിൽ ദത്ത്, മകൻ സഞ്ജയ് ദത്ത് എന്നിവരെല്ലാം ഹുസൈനി ബ്രാഹ്മണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ജനതയാണിവർ.